ഹായ് ഓൾ, നമ്മുടെ സ്റ്റഡി ലിങ്ക്സ് ചാനലിലേക്ക് 9ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ ഇംഗ്ലീഷിലെ ആദ്യത്തെ യൂണിറ്റ് അല്ലേ, ആദ്യത്തെ യൂണിറ്റിലെ ആക്ടിവിറ്റീസ് തുടങ്ങുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ഡിസ്കസ് ചെയ്തു, അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ ആ വീഡിയോ ഒന്നുകൂടി പോയി കാണുക. നമ്മളിപ്പോൾ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒന്നാമത്തെ ആക്ടിവിറ്റി നമ്പർ 1. ദ സ്റ്റോറി ഹാഫ് എ ഡേ ബ്യൂട്ടിഫുള്ളി അൺഫോൾഡ്സ് ദ 3 phases ഓഫ് ഹ്യൂമൻ ലൈഫ്. നമ്മുടെ ഈ സ്റ്റോറി ഒരു ജീവിതത്തിന്റെ 3 ഘട്ടങ്ങൾ തുറന്നു കാണിക്കുന്നത്, അൺഫോൾഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? ദ ഏജ് ഓഫ് ഇന്നസെൻസ്. ഇന്നസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നിഷ്കളങ്കത. ദ ഏജ് ഓഫ് ഗ്രോത്ത് ആൻഡ് ലേണിംഗ്, വളർച്ചയുടെയും പഠനത്തിന്റെയും സമയം. പിന്നെന്താണ്? ദ ഏജ് ഓഫ് ഹെൽപ്ലെസ്നെസ് ആൻഡ് ഡിപ്പെൻഡൻസ്, ഒരു സഹായം ആവശ്യമുള്ള അല്ലെങ്കിൽ മറ്റൊരാളെ ആശ്രയിക്കേണ്ടുന്ന ഒരു സമയം. ആസ് ടൈം പ്രോഗ്രസ്, സമയം കടന്നു പോകുമ്പോൾ ദ സറൗണ്ടിങ്സ് ചേഞ്ചസ്, നമ്മുടെ ചുറ്റുപാടുകൾക്ക് മാറ്റം വരുന്നുണ്ട്. ദ എക്സ്പീരിയൻസ് വി ഗ്യാദർ, നമ്മൾ നേടുന്ന എക്സ്പീരിയൻസ്, നമ്മുടെ അനുഭവങ്ങൾ ഷേപ്പ് അവർ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ ഷേപ്പ് ചെയ്യുന്നു. നൗ റീവിസിറ്റ് ദ സ്റ്റോറി, കഥ പോയി വായിച്ചിട്ട് എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ദ ടേബിൾ ഐഡന്റിഫൈങ് ദ വേർഡ്സ്, ഫ്രേസസ്, എക്സ്പ്രഷൻ. അവിടെ കൊടുത്തുള്ള വേർഡുകളും ഫ്രേസുകളും അല്ലെ എക്സ്പ്രഷൻസ് എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. ദാറ്റ് ഡിനോട്ട്സ് ദ ചേഞ്ചസ് ഇൻ ദ സെറ്റിംഗ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. അവിടെ സെറ്റിംഗിലും ആറ്റിറ്റ്യൂഡിലും വന്നിട്ട് ചേഞ്ച് എന്താണ് എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് പേജിൽ കൊടുത്തിട്ട് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? ആ ടേബിൾ ഒന്ന് വായിച്ചാൽ അതിന്റെ ആൻസർ കൂടി നമ്മൾ വായിക്കും. കുട്ടികൾ എല്ലാവരും കൂടെ ശ്രദ്ധിച്ചു പോവാം. അടുത്ത് വായിച്ചോളൂ. ഏജ് ഓഫ് ഇന്നസെൻസ്. ആദ്യം ഏജ് ഓഫ് ഇന്നസെൻസ്, നമ്മൾ ആദ്യം പറഞ്ഞ ഫേസ് എന്താണ്? സെറ്റിംഗ്. സെറ്റിംഗ് എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? ഒന്ന് അവിടെ തന്നിട്ടുണ്ട്, സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻ. അവിടെ സെറ്റിംഗിൽ ആദ്യം എന്താണ്? അവിടെ സ്ട്രീറ്റ് ഇല്ലേ, കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ സ്ട്രീറ്റ് എന്താണ്? 2 സൈഡിലും ഗാർഡൻ ഉണ്ട്. പിന്നെ നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യാം? ഫീൽഡ്സ് പ്ലാന്റഡ് വിത്ത് ക്രോപ്സ്. ക്രോപ്സ്, ഒരുപാട് വിളകളുള്ള കൃഷിസ്ഥലമുണ്ട്. പിന്നെ ഹ്യൂജ് ഹൈ വാൾഡ് ഫോർട്രസസ് ടേൺ ആൻഡ് ഗ്രിൻ. നമ്മൾ എന്തിനെ പറ്റി പറഞ്ഞ? സ്കൂളിനെ പറ്റി. സ്കൂളിൽ ചെന്നപ്പോ കുട്ടി ആദ്യം കണ്ട വലിയൊരു കോട്ട പോലെ കുട്ടിക്ക് തോന്നിയ അതിനെ കുറിച്ചാണ്. അപ്പൊ അതാണ് ആദ്യത്തെ സെറ്റിംഗ്. അതിന്റെ ആറ്റിറ്റ്യൂഡ് ഒന്ന് തന്നിട്ടുണ്ട്, കൺസിഡർ സ്കൂൾ ആസ് എ പണിഷ്മെന്റ്. സ്കൂളിനെ ഒരു പണിഷ്മെന്റ് സ്ഥലമായിട്ട് തോന്നി. പിന്നീട് പ്ലീഡ്സ് വിത്ത് ഫാദർ നോട്ട് ടു സെൻഡ് ഹിം ടു സ്കൂൾ. ഫാദറോട് അതേ പറഞ്ഞ കുട്ടി പറയുന്നുണ്ട്, എന്നെ സ്കൂളിലേക്ക് വിടല്ലേ എന്ന് പറയുന്നുണ്ട്. അടുത്തത് ക്ലിങ്സ് ടു ഫാദേഴ്സ് ഹാൻഡ്. അച്ഛന്റെ കയ്യില് മുറുകെ പിടിച്ചു എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തെ സ്റ്റേജ് ഏജ് ഓഫ് ഗ്രോത്ത് ആൻഡ് ലേണിംഗ്, വളർച്ചയുടെയും പഠനത്തിന്റെയും ആ ഒരു സ്റ്റേജ് ആണ്. ആ സ്റ്റേജിൽ എന്താണ് സെറ്റിംഗ്? റിച്ച് വെറൈറ്റി ആണ് തന്നിട്ടുണ്ട്. റിച്ച് വെറൈറ്റി. പിന്നെ ഒന്ന് ഗെയിംസ്. Dust laden winds and unexpected accidents. ഗെയിംസിനെ കുറിച്ച് പറയുന്നത് നമ്മുടെ പുസ്തകത്തിൽ പറയുന്നത് ഗെയിംസിനെ കുറിച്ച് പറയുന്നത്. പിന്നെ എന്താണ്? പൊടി നടന്ന അൺഎക്സ്പെക്ടഡ് winds. അതിന്റെ ആറ്റിറ്റ്യൂഡ് mix friends with boys, fell in love with girls, curious to learn many things. എന്തൊക്കെയാണ്? ബോയ്സിന്റെ കൂടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി, പെൺകുട്ടികളുടെ ലവ് ആയി. പിന്നെ എന്താ പറയുന്നത്? ക്യൂരിയസ് ടു ലേൺ മെനി തിങ്സ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ആകാംക്ഷ ഉണ്ടായിരുന്നു. അടുത്തത് ഏജ് ഓഫ് ഡിപെൻഡൻസ്. അതിന്റെ സെറ്റിംഗ് ഹൈ ബിൽഡിംഗ്സ്, ബിസി സ്ട്രീറ്റ് ആൻഡ് ഡിസ്റ്റർബിംഗ്. അവിടെയൊക്കെ സെറ്റിംഗ് മാറിയില്ലേ? അങ്ങോട്ട് സ്കൂളിലേക്ക് പോയപ്പോ ഉണ്ടായിരുന്ന സെറ്റിംഗ് അല്ല, ഹൈ ബിൽഡിംഗ്സ് വന്നു അല്ലെ, സ്ട്രീറ്റും ഒക്കെയാണ്. പിന്നെ ആറ്റിറ്റ്യൂഡ് എന്താണ്? ഫീൽസ് ഡിസ്റ്റർബ്ഡ്, ഹെൽപ്ലെസ്, ഫ്രസ്ട്രേറ്റഡ്. അത്രയും കാര്യങ്ങളാണ് നമ്മൾ പുസ്തകത്തിൽ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലേ? നമുക്ക് അതിന്റെ ഒരു അടുത്ത ആക്ടിവിറ്റി 2ലേക്ക് പോവാം. ദ ഫോളോവിംഗ് ടേബിൾ പ്രസൻസ് എ ഫ്യൂ സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു ദ സ്റ്റോറി ഹാഫ് എ ഡേ അല്ലെ? ഫൈൻഡ് റീസൺസ് ഫോർ ഈച്ച് ഇവന്റ് സ്റ്റാർട്ടഡ് ഇൻ ദ ടേബിൾ ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ എ സ്പേസ് പ്രൊവൈഡഡ്. ദ ഫസ്റ്റ് വൺ ഹാസ് ഡൺ ഫോർ യു. അവിടെ ടേബിൾ തന്നിട്ടുണ്ട് അല്ലെ? ടേബിൾ തന്നിട്ടുണ്ടല്ലോ. ടേബിൾ തന്നിട്ട് എന്താ പറയുന്നത്? കുറെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് റിലേറ്റഡ് ടു ദി സ്റ്റോറി ഹാഫ് എ ഡേ, അതാണ് റിലേറ്റഡ് ആയിട്ടുള്ള. അവിടെ റീസൺ നമ്മൾ കണ്ടുപിടിക്കണം. ഓരോ ഇവന്റും തന്നിട്ടുള്ള ആ ടേബിൾ കണ്ടുപിടിച്ച് നമ്മൾ ആ സ്പേസിൽ എഴുതാനാണ് പറഞ്ഞത്. ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. എന്താണ് ആദ്യത്തേത്? The boy was reluctant to go to school. കുട്ടി സ്കൂളിലേക്ക് പോയാൽ വിസമ്മതമായിരുന്നു അല്ലേ? He was afraid that he would be punished. എന്തുകൊണ്ടാണ് റീസൺ? സ്കൂളിൽ പണിഷ്മെന്റ് ഉണ്ടാവുന്നുള്ള ഒരു പേടിയാണ്. അടുത്തത് father wanted him to go to school. ഫാദർ എന്ത് ചെയ്തു? അവനെ വീട്ടിലെ സ്കൂളിലോട്ട് വിടാൻ നല്ല താല്പര്യമായിരുന്നു. Father wanted him to grow up as a useful person. നല്ല യൂസ്ഫുൾ ആയിട്ട് ഒരാളായിട്ട് വളർത്താൻ വേണ്ടിട്ട് അച്ഛൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് സ്കൂളിൽ വിടാൻ. മൂന്നാമത്തത് സ്കൂൾ brought him contentment. സ്കൂൾ അവിടെ ഒരു സംതൃപ്തി കൊടുത്തു. എന്തുകൊണ്ടാണ്? റീസൺ? He submitted to the facts
The school provided him with variety of activities. ഒരുപാട് ആക്ടിവിറ്റികൾ കിട്ടി. പിന്നെ അവൻ അവിടുത്തെ സത്യത്തോട് സമ്മതിച്ചു. അപ്പോഴാണ് അവനൊരു കണ്ടന്റ്മെന്റ് കിട്ടിയത്, ഒരു സംതൃപ്തി കിട്ടിയത്. School was not as sweet as he thought. School അത്ര സ്വീറ്റ് അല്ല. എന്തുകൊണ്ടാണ്? Dust laden winds, unexpected accidents, hatred, fighting and punishment. നമ്മളെ പുസ്തകത്തിൽ പറഞ്ഞേ, ഹേട്രഡും പണിഷ്മെന്റും എല്ലാം നടക്കുന്നത് കൊണ്ടാണ് അത്ര സ്വീറ്റ് അല്ല. അത് നമ്മുടെ ടെക്സ്റ്റ് പറഞ്ഞ അതേ സംഗതി തന്നെയാണ് അതിന്റെ ആൻസർ. നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിൽ പോകാം. ആക്ടിവിറ്റി 3, മെമ്മറി ലെയിൻ. ഹാഫ് എ ഡേ ബ്യൂട്ടിഫുള്ളി ഇല്ലസ്ട്രേറ്റ്സ് ദ നെറേറ്റേഴ്സ് ജേർണി ത്രൂ ടൈം. നെറേറ്ററുടെ ജീവിതത്തിൽ കൂടുതലുള്ള ജേർണിയാണ്, സമയത്തിന്റെ ജേർണിയാണ് കാണിക്കുന്നത്. ഓൺ ദ വേ ഹി എൻകൗണ്ടേഴ്സ് മെനി പീപ്പിൾ. ഒരുപാട് ആൾക്കാരെ കണ്ടുമുട്ടുന്നുണ്ട്. ഹി ഡൈവേഴ്സ് എക്സ്പീരിയൻസ് ആൻഡ് ഹാസ് ഡൈവേഴ്സ് എക്സ്പീരിയൻസ്, വിവിധ തരങ്ങളായ അനുഭവങ്ങൾ. ആൻഡ് അണ്ടർഗോസ് എ പ്രൊഫൗണ്ട് ട്രാൻസ്ഫോർമേഷൻ, വലിയ ചേഞ്ച് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. The following diagram depicts his journey to school as a child and his return as an elderly man. സ്കൂളിലേക്ക് ഒരു ചെറിയ കുട്ടിയായിട്ട് പോയിട്ട് വലിയ മനുഷ്യനായിട്ട് തിരിച്ചു വരുന്ന വരെയുള്ള ഒരു ചിത്രീകരണം കൊടുത്തിട്ടുണ്ട് അല്ലേ? ആ ഡയഗ്രത്തിൽ നോക്കുക. ലുക്ക് അറ്റ് ദ ഡയഗ്രാം കെയർഫുള്ളി ആൻഡ് കംപ്ലീറ്റ് ദ അക്കൗണ്ട് ഓഫ് മെമ്മറി ലൈൻ. അവിടെ ആ മെമ്മറി ലൈൻ കംപ്ലീറ്റ് ചെയ്യുക. എങ്ങനെ? suitably based on your reading of the story. You may use the hints. അവിടെ ഹിൻസ് കൊടുത്തിട്ടുണ്ട്, അത് ഉപയോഗിച്ചിട്ട് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പൊ അതിൽ ആദ്യത്തെ ഒന്നാമത്തെ എന്താണ്? ഇൻസൈഡ് ദി ക്യാമ്പസ് ആണ് അല്ലേ? ഇൻസൈഡ് ദ ക്യാമ്പസ്. എന്താണ് ഇൻസൈഡ് ദ ക്യാമ്പസ്? നോക്കിക്കോളൂ. ഇൻസൈഡ് ദി ക്യാമ്പസ് പിന്നെ എന്താണുള്ളത്? വുമൻസ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അറ്റ് ദ സ്കൂൾ ഗേറ്റ്, വാക്കിംഗ് ടു സ്കൂൾ, ലീവിംഗ് ഹോം അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഫസ്റ്റ് അവിടെയാണ് ലീവിംഗ് ഹോം ആണ് സ്റ്റാർട്ടിങ് അല്ലേ? താഴെയാണ് തുടങ്ങുന്നത്. എന്താണ്? ഐ വാക്ക്ഡ് വിത്ത് മൈ father wearing new clothes. I was happy but I had fears about going to school. ഫാദറിനോട് നടക്കുകയായിരുന്നു, പുതിയ ഡ്രസ് ഇട്ടിട്ട് ഹാപ്പി ആയിരുന്നു അല്ലേ? ബട്ട് പേടിയുണ്ടായിരുന്നു സ്കൂളിലേക്ക്. പിന്നെ അടുത്ത എന്താണ്? വാക്കിംഗ് ടു സ്കൂൾ ആണ് അല്ലേ? We walked along a street lined with gardens and fields on both sides. സ്കൂളിലേക്ക് നടക്കുമ്പോൾ എന്താണ്? രണ്ട് സൈഡിലും സ്ട്രീറ്റ് ലൈൻ വിത്ത് ഗാർഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ അറ്റ് സ്കൂൾ, പിന്നെ നടന്ന് സ്കൂൾ ഗേറ്റിലെത്തി. സ്കൂൾ ഗേറ്റിലെത്തിയപ്പോഴോ I could see the courtyard vast and crammed, full of boys and girls. വലിയ സ്കൂളിലെ മുറ്റം കാണാമായിരുന്നു. നിറയെ എന്തായിരുന്നു? നിറഞ്ഞു നിൽക്കുന്ന ബോയ്സും ഗേൾസും ഉണ്ടായിരുന്നു. പിന്നെന്താ? ഇൻസൈഡ് ദ ക്യാമ്പസ്, സ്കൂളിന്റെ ഉള്ളില്. Felt like a stranger who lost his way. ചെന്നപ്പോ കുട്ടിക്ക് എന്താ ഫീൽ ചെയ്ത്? ഒരു വഴി നഷ്ടപ്പെട്ട, വഴി തെറ്റിയ അപരിചിതനെ പോലെ തോന്നി. പിന്നെന്താ പറഞ്ഞത്? The woman's instructions. വുമന്റെ അവിടെ ചെന്ന പിന്നെ വുമന്റെ ഇൻസ്ട്രക്ഷൻ ആണ് പിന്നെ സംഭവിച്ചല്ലേ? This is your new home. Here too there are mothers and fathers. ഇത് നിങ്ങളുടെ പുതിയ വീടാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് പുതിയ അച്ഛനമ്മമാരെ കിട്ടുമെന്നാണ് ആ ലേഡി പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? Making friends. ഫ്രണ്ട്സിനെ ഉണ്ടാക്കി. കുട്ടി ഒരുപാട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കി. School had a variety of entertainment, made friends with boys and fell in love with girls. എന്ത് ചെയ്തു? അവിടെ ഒരുപാട് എന്റർടൈൻമെന്റ്സ്, വെറൈറ്റി ആയിട്ട് എന്റർടൈൻമെന്റ്സ് ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ ആൺകുട്ടികളുടെ സൗഹൃദം നടിച്ചു, സൗഹൃദം ഉണ്ടായി, പെൺകുട്ടികളുടെ സ്നേഹം ഉണ്ടായി. പിന്നെ realization. There were bitter experiences like hatred, fighting and punishment. അവിടെയാണ് പിന്നെ ഒരു റിയലൈസേഷൻ ഉണ്ടായത് അല്ലേ? ഒരു മനസ്സിലാക്കലുണ്ടായി. എന്താ മനസ്സിലാക്കി? നല്ലതല്ലാത്ത ബിറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? വെറുപ്പ് ഉണ്ടായിരുന്നു, ഫൈറ്റിംഗ് ഉണ്ട്, പണിഷ്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കുട്ടി മനസ്സിലാക്കി. ലാസ്റ്റ് ഒരു പ്രായമായ ആള് എന്ത് ചെയ്യാണ്? റോഡ് ക്രോസ്. അവിടെ സംഭവിച്ചത്? confused and frustrated old man seeking help to cross the busy road. ക്രോസ് ചെയ്യാൻ വേണ്ടിട്ട് നിൽക്കുന്ന പ്രായമായ ആൾ. എന്തൊക്കെയുണ്ട്? കൺഫ്യൂഷനും ഫ്രസ്ട്രേഷനും ഒക്കെ ഉള്ള നമ്മൾ അതേ കാര്യം. ഇത്രയാണ് അതിന്റെ ഒരു ലൈൻ ഓഫ് ആക്ടിവിറ്റീസ്. അതിന് പോർട്രേ ചെയ്ത് ചിത്രം വരച്ച് എഴുതിയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി. ഒരുപാട് വിശദീകരണത്തിന് ആവശ്യമില്ല. എന്താണ് എഴുതിയാൽ മാത്രം മതി. പിന്നെ അടുത്ത ആക്ടിവിറ്റി നോക്കൂ. ലെറ്റ്സ് റീകോൾ ആൻഡ് റീക്രിയേറ്റ് അല്ലേ? അതിൽ ആക്ടിവിറ്റി 1, revisit the story half a day and complete the following character map of the narrator. നമ്മുടെ ഇവിടെ ആരാണ്? പിന്നെ മെയിൻ ക്യാരക്ടറാണ്, ഈ നറേറ്റർ തന്നെയാണ് അല്ലേ? അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ മാപ്പ് ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ? അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാം. അതിന് പല പോയിന്റുകൾ ഉണ്ട്. എന്തൊക്കെ പോയിന്റുകളാണുള്ളത്? ഫിസിക്കൽ അപ്പിയറൻസ് എന്താണ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, റോൾ ഇൻ ദ സ്റ്റോറി എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അനാലിസിസ് ഓഫ് എക്സ്പ്രഷൻസ്, റിമാർക്സ് ബൈ ദ ഓഥർ ഓർ ദ ക്യാരക്ടർ. വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കിയാലോ? ആദ്യം എന്താണ്? ഫിസിക്കൽ അപ്പിയറൻസ്. ആ ഓഥറിന്റെ സെൻട്രൽ ക്യാരക്ടറിന്റെ അപ്പിയറൻസ് എങ്ങനെയാണ് ആ സ്റ്റോറിയിൽ? ഫിസിക്കൽ സെറ്റപ്പ് അതിന്റെ അപ്പിയറൻസ് എങ്ങനെയാണ് പറഞ്ഞത്? എങ്ങനെ പറഞ്ഞത്? ആദ്യം ഇങ്ങനെ കുട്ടിയല്ലേ? സ്മോൾ ബോയ്. A small boy in new green school uniform, black shoes, red turbos, afraid to go to school and pleads with father not to send him to school. ഫസ്റ്റ് കാണുന്ന എന്താണ്? ഒരു ചെറിയ കുട്ടി
പുതിയ പച്ച യൂണിഫോമില് കറുത്ത ഷൂസ് ഉണ്ട്, റെഡ് ചുവന്ന തൊപ്പിയുണ്ട്. സ്കൂളിലേക്ക് പോകാൻ പേടിച്ചിട്ട് പ്ലീഡ്സ് വിത്ത് ഫാദർ. ഫാദറോട് എന്ത് പ്ലീഡ് ചെയ്യുന്നുണ്ട്? എന്നെ സ്കൂളിലേക്ക് വിടല്ലേ എന്ന് പറയുന്ന കുട്ടിയാണ് ആദ്യം കാണുന്ന ഫിസിക്കൽ അപ്പിയറൻസ്. രണ്ടാമത് പേഴ്സണാലിറ്റി ട്രേസ്. ആൻഡ് പേഴ്സണാലിറ്റി എന്താ പറയുന്നത്? Bold to challenge his father, asking, "Why school?" അത്രയും ബോൾഡാണ് കുട്ടി. സ്കൂളിൽ കുട്ടികൾ എന്തിനാ സ്കൂളിൽ പിന്നെ വിടുന്നത് അല്ലേ? Reluctant to go to school. സ്കൂളിലേക്ക് പോകാൻ ഇഷ്ടമല്ല അല്ലേ? Considers steering him away from the intimacy of home. ഹോമിന്റെ നമ്മൾ പഠിച്ചു ഇന്റിമസി, വീടുമായിട്ടുള്ള അടുപ്പത്തിൽ നിന്നും അവനെ ടിയറിങ് വലിച്ചു കയറി സ്കൂളിലേക്ക് കൊണ്ടുവന്നത് കൊണ്ട് അവന് സ്കൂളിൽ പോകാൻ എതിർപ്പാണ്, ഇഷ്ടമല്ല. Afraid that he would be punished at school. എന്താണ് പേടി? സ്കൂളില് നമ്മൾ പല പ്രാവശ്യം എല്ലാ ക്വസ്റ്റ്യൻസിനും വരുന്ന കാര്യമല്ലേ, പേടിയാണ്. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പണിഷ്മെന്റ് കിട്ടുന്നുള്ള പേടിയാണ്. അടുത്ത മൂന്നാമത്തെ റോൾ ഇൻ ദ സ്റ്റോറി അല്ലേ? എന്താണ് റോൾ? സ്റ്റോറിയിൽ എന്താണ് റോൾ? The narrator is the protagonist of the story, and the story unfolds the different phases of life of the narrator. ആരാണ് പ്രൊട്ടഗണിസ്റ്റ്? അവിടെ സെൻട്രൽ ക്യാരക്ടർ, പ്രധാനപ്പെട്ട നറേറ്റർ തന്നെയാണ് ആ സ്റ്റോറിയിലെ പ്രധാന കഥാപാത്രം. ആൻഡ് സ്റ്റോറി അൺഫോൾഡ്സ്. എന്താണ് നമുക്ക് തുറന്ന് കാണിക്കുന്നത്? ഡിഫറെന്റ് ഫേസസ് ഓഫ് ലൈഫ് ഓഫ് ദ നറേറ്ററുടെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളാണ് നമുക്ക് തുറന്ന് കാണിക്കുന്നത്. അടുത്ത് അനലൈസിസ് ഓഫ് എക്സ്പ്രഷൻ, റിമാർക്സ് ബൈ ദ ഓതർ, അതർ ക്യാരക്ടർ. എന്തൊക്കെയാണ് എക്സ്പ്രഷൻ? നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എന്താ അല്ലേ? അല്ലെങ്കിൽ ഓതർ എന്തൊക്കെ റിമാർക്കുകൾ പറയുന്നില്ലേ മറ്റുള്ള ക്യാരക്ടറിനെ കുറിച്ചൊക്കെ എന്തൊക്കെ എക്സ്പ്രഷൻസ് റിമാർക്സും ആണ് ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? Initially, he doesn't like to go to school, fearing that he would be punished at school. ആദ്യം എന്തുണ്ട്? സ്കൂളിലേക്ക് പോകാൻ ഇഷ്ടമല്ല, നമ്മൾ പറഞ്ഞ പോലെ പേടിയാണ്, പണിഷ് ചെയ്യാനുള്ള പേടിയാണ്. പിന്നീട് സംഭവിച്ചു, impressions about school changes. സ്കൂളിനെ കുറിച്ചുള്ള അവന്റെ ഇംപ്രഷൻ, കാഴ്ചപ്പാടുകൾ എന്തായി? മാറി. എന്ത് പറയുന്നുണ്ട്? I had never imagined schools would have been these. സ്കൂൾ ഇത്രയും റിച്ച് വെറൈറ്റി, നമ്മൾ പുസ്തകത്തിൽ അതേ സെന്റൻസ്, ഇത്രയും റിച്ച് വെറൈറ്റി ഉണ്ടാവുമെന്ന് പറയുന്നില്ല. എന്നാൽ കൂടെ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ആ കുട്ടിയുടെ കാഴ്ചപ്പാട്, സ്കൂളിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറി. ലാസ്റ്റ് എന്താ? റിയലൈസേഷൻ. എന്താണ് റിയലൈസ് ചെയ്തത്? മനസ്സിലാക്കി എന്താ? He realized that life was not sweet as he thought. ജീവിതം അത്രയും സുന്ദരമല്ല. There were dust-laden winds, unexpected accidents, hatred, fighting, and punishment in the course of life. He became confused, frustrated, and helpless by the end of the story. He realized that life was not sweet. നമ്മൾ പുസ്തകത്തിൽ പറഞ്ഞത് സ്കൂൾ അത്ര സ്വീറ്റ് അല്ല എന്ന് മനസ്സിലാക്കിയതാണ്. ശരിക്കും സ്കൂളിനെ അയാളുടെ ജീവിതമായിട്ടാണ് കാണുന്നല്ലേ. സ്കൂള് തുടങ്ങിയപ്പോ കുട്ടിയായിട്ട് കയറി, സ്കൂളിൽ നിന്ന് ഇറങ്ങിയ പ്രായമായി, എന്ന് പറഞ്ഞാൽ ജീവിതം തുടങ്ങി ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് എത്തിയതാണ്. അപ്പൊ സ്കൂൾ സ്വീറ്റ് അല്ല എന്ന് പറഞ്ഞത് കൂടെ എന്താണ് മനസ്സിലാക്കി? ജീവിതം സ്വീറ്റ് അല്ല, വിചാരിച്ചത്ര സ്വീറ്റ്. ആദ്യം സ്വീറ്റ് ആണെന്ന് വിചാരിച്ചു അല്ലെ, ജീവിത തുടക്കത്തിൽ ഭയങ്കര മധുരാന്ന് വിചാരിച്ചു, നല്ല രസമാണ്, ഒരുപാട് കളികളും ഒക്കെ മനസ്സിലാക്കി. പിന്നെ എന്തായി? പൊടി പിടിച്ച കാര്യങ്ങളും, ആക്സിഡൻസ് ഉണ്ടാവുന്നുണ്ട്, ഹേറ്റർ, വെറുപ്പ് ഉണ്ടാവുന്നുണ്ട്, ഫൈറ്റിംഗ്, വഴക്കുകൾ ഉണ്ടാവുന്നുണ്ട്, പണിഷ്മെന്റ്, ശിക്ഷകൾ ഉണ്ടാവുന്നുണ്ട്. കോഴ്സ് ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ കോഴ്സ്, ഓരോ ജീവിതം കടന്നു പോകുമ്പോൾ കൺഫ്യൂഷൻ, ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട്, ഹെൽപ്ലെസ് അല്ലെ, ഒരു സഹായമില്ലാതെ ഒരാളായിട്ടാണ് അതിന്റെ അവസാനം വരുന്നത്. നമ്മൾ ബി പാർട്ട് എന്താണ്? ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദി നറേറ്റർ. നറേറ്റർ ക്യാരക്ടർ സ്കെച്ച് ആണ്. ക്യാരക്ടർ സ്കെച്ച് ചെയ്താൽ നമ്മൾ വിശദീകരിച്ച് എഴുതാം. ഇവിടെ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ക്യാരക്ടർ സ്കെച്ച് എഴുതിയിട്ടുണ്ട് അല്ലേ? 8ാം ക്ലാസ് എഴുതിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഒറ്റ പാരഗ്രാഫ്, 1-2 പാരഗ്രാഫ് എഴുതി തീർക്കരുത്. പക്ഷെ 9 നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതണം, അല്ലെങ്കിൽ ഒരു പോയിന്റ് ആയിട്ട് എഴുതണം. ഒരു 4-5 പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതാം. ആദ്യം നമുക്ക് ഇൻട്രൊഡക്ഷൻ ഒരു പോയിന്റ് ആയിട്ട് വായിക്കും. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ. The story Half a Day beautifully unfolds the different phases of human life. The narrator describes how fast changes occur in the course of a man's life. The narrator is the protagonist of the story Half a Day. Okay, then character traits. He's a small boy going to school, wearing new clothes with his father on the first day at school. He is wearing green uniform, black shoes, and a red turban. Though he is happy to wear new clothes, he is reluctant to go to school. And he is afraid? And he is afraid that he would be punished at school. He asks father, "Why school? I shall never do anything to annoy you." But father insists him to go to school to make him a useful person. ടെക്സ്റ്റിൽ അതേ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പല ആൻസറിലും പറഞ്ഞാൽ പ്രത്യേകിച്ച് അർത്ഥം പറഞ്ഞാൽ തോന്നുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ. Character development. When he reaches school, he starts liking the rich variety of school. The games, music, friendship, play, love, and also learning. He notices that there are not only fun, but also dust-laden winds, unexpected accidents, hatred,
fighting, and even punishment. അത്രയും കാര്യങ്ങളാണ് അല്ലേ. പിന്നെ നമുക്ക് അതിനെ ചുരുക്കിയിട്ട് ഒരു കൺക്ലൂഷൻ എഴുതാം. കൺക്ലൂഷൻ മുൻപ് നിങ്ങൾ നമ്മുടേതായ ഒരു ഒപ്പീനിയൻ എഴുതിയിട്ട് കൺക്ലൂഡ് ചെയ്യാം. ഒപ്പീനിയൻ എങ്ങനെ എഴുതാം? The name of the narrator and the locale are not mentioned in the story because he is representative of every human being in the world, and the locale can be anywhere in the world. അതിനർത്ഥം പറഞ്ഞില്ല അല്ലേ. നമ്മൾ ടെക്സ്റ്റുള്ള കാര്യം നമ്മൾ അതില് സ്ഥലത്തിന്റെയോ ലൊക്കേഷൻ സ്റ്റോറി ലൊക്കേഷൻ ഒന്നും പറയുന്നില്ല. എന്തുകൊണ്ട് പറയുന്നില്ല? അല്ലെങ്കിൽ ആളുടെ പേര് പറയുന്നില്ല. കാരണം ഇത് എല്ലാവരെയും ഏത് ലോകത്ത് എവിടെയും നടക്കാവുന്ന ഒരേ കാര്യം തന്നെയാണ് ജീവിതത്തിൽ വരുന്ന മാറ്റമാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിന് കൺക്ലൂഷൻ നമുക്ക് എങ്ങനെ എഴുതാം? In the beginning of the story, the narrator, as a small boy, is totally dependent on his father. Gradually, he becomes mature and accepts the realities of life. His attitude changes from dependence to self-reliance and again to dependence. അതാണ് കൺക്ലൂഷൻ. മൊത്തം അതിന്റെ കൺക്ലൂഷൻ ആയിട്ട് നമ്മൾ എഴുതിക്കുന്നത്. സ്റ്റോറിയുടെ തുടക്കത്തിൽ നറേറ്റർ ചെയ്യുന്നുണ്ട്, ചെറിയ കുട്ടിയാണ്, ഫാദറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പതുക്കെ അദ്ദേഹം മെച്ചർ ആവുന്നില്ലേ, നല്ല പ്രായമായി, നല്ല സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, ലൈഫിന്റെ റിയാലിറ്റീസ് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡൻസിന്ന് സെൽഫ് റിലയൻസ് സ്വയം മനസ്സിലാക്കലിലേക്ക് വരുന്നുണ്ട്, വീണ്ടും അവസാനം ഡിപ്പെൻഡൻസി. ഇതാണ് കൺക്ലൂഷൻ അല്ലേ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ആക്ടിവിറ്റി 2 വായിക്കൂ. ആക്ടിവിറ്റി 2 എന്താ ക്വസ്റ്റ്യൻ വായിക്കൂ. അതിന് ആക്ടിവിറ്റി 2. In the story, Half a Day, the narrator recalls the memories of his first day at school. Do you remember your first day at school? Narrate your experience to the class. ഇവിടെ പറഞ്ഞേക്കുള്ള അദ്ദേഹം നമ്മുടെ സ്റ്റോറിയിൽ ആദ്യത്തെ ദിവസം പറയുന്നില്ല സ്കൂളിൽ ചെന്നത്. അതേപോലെ നിങ്ങളുടെ ആദ്യത്തെ ദിവസം സ്കൂളിൽ ചെന്നപ്പോൾ, ആദ്യത്തെ ദിവസം ക്ലാസ് ചെന്നപ്പോൾ നിങ്ങളുടെ അനുഭവമാണ് കുട്ടികളെ നിങ്ങൾ എഴുതേണ്ടത്. അപ്പൊ നിങ്ങളെല്ലാം സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ഇംഗ്ലീഷ് നിങ്ങളുടെ വേർഡ്സിൽ വളരെ ഭംഗിയായിട്ട് 5, 6, 7 സെന്റൻസിൽ എഴുതുക. നിങ്ങളുടെ അധ്യാപകരെ കൊണ്ടുപോയി കാണിക്കുക. അപ്പൊ എന്താവും, നിങ്ങൾ എഴുതിയ കറക്റ്റ് ആണോ, നിങ്ങളുടെ ഗ്രാമറ്റിക്കലി കറക്റ്റ് ആണോ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ സാധിക്കണമെന്നൊക്കെ നിങ്ങൾക്ക് സാധിക്കും. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. അത് അതുപോലെ തന്നെ കോപ്പി എടുത്തിട്ട് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യരുത്, എഴുതിക്കൊണ്ടേ ക്ലാസ്സിൽ കാണിക്കണ്ട. ഇതൊരു ഉദാഹരണം എന്ന് മാത്രം എഴുതിയുള്ളൂ. ഇതല്ല നിങ്ങളുടെ അനുഭവം. നിങ്ങൾ ക്ലാസ്സിൽ 30 പേരുടെ 35 പേരുടെ അനുഭവം ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ എല്ലാവരും വേറെ വേറെ എഴുതാൻ ശ്രമിക്കുക. ഒരു ഒറ്റ ഉദാഹരണം മാത്രം നമുക്ക് വായിക്കാം. ഒന്ന് വായിക്കും. I still remember my first day at school. Like the narrator of the story Half a Day, I was also happy to wear new clothes, shoes, and to carry my new bag and colorful umbrella. I was taken to school by my mom. She came to my class, talked to my teacher, and told me I will wait outside. I was full of tears and felt that my heart would break. Every now and then I looked out through the window to see if my mother was there. I was afraid that she would leave me in the class and go. But when the bell rang, I ran outside and found my mom waiting there and felt greatly relieved. ജസ്റ്റ് ഉദാഹരണം അല്ലേ. ഞാൻ ആദ്യമായിട്ട് അമ്മ കൊണ്ടുപോയി വിട്ടതും അമ്മ പുറത്ത് നിൽക്കാന്ന് പറഞ്ഞതും ഞാൻ ഇടയ്ക്ക് അമ്മയെ നോക്കിയിരുന്നു, തിരിച്ച് ക്ലാസ്സിൽ ഇറങ്ങിയപ്പോൾ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ. അത്രയുള്ള സംഭവമുള്ളൂ. ആക്ടിവിറ്റി 3 നോക്കൂ. Activity 3. Dry your tears and face life joyfully, said the woman. These words comforted the narrator. What would be the likely conversation between the boy and the woman? ടെക്സ്റ്റ് എന്നുള്ള ഒറ്റ സെന്റൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. കണ്ണ് തുടക്കാണ്. ഡ്രൈ യുവർ ടിയേഴ്സ് ആൻഡ് ഫേസ് അല്ലേ. കണ്ണുനീര് തുടച്ചിട്ട് ലൈഫിനെ ജോയ്ഫുൾ എടുക്കുന്ന ഒരു സെന്റൻസ്. ഇവിടെ ആ വുമന് കുട്ടിയുമായിട്ട് നടക്കാൻ സാധ്യതയുള്ള ഒരു കോൺവെർസേഷൻ, ഒരു സംഭാഷണം നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാനാണ് പറഞ്ഞത്. ഉദാഹരണം ഇവിടെ കൊടുത്തത് നിങ്ങൾ തന്നെ ആയിക്കൊള്ളതില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഇമാജിനറിയിൽ വേറെയും എഴുതാം. അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷൻ ആയാൽ മതി. ഒരു ചോദ്യം, അതിന് ഉത്തരം, അങ്ങനെ ഉണ്ടായാൽ മതി. വുമൻ എന്ത് ചോദിച്ചു? Why are you crying, my boy? കുട്ടി കരയുമ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, വൈ ആർ യു ക്രൈയിങ്? എന്താ നീ കരയുന്ന പോയി? I don't want to sit here. I want to go. എനിക്ക് ഇരിക്കണം, എനിക്ക് വീട്ടിൽ പോകണം. Don't worry. This is your new home. ഇത് നിന്റെ പുതിയ വീടാണ്. Okay, but I want to see my father and mother. എനിക്ക് എന്റെ അച്ഛനെയും അമ്മയും കാണണം. See, here too there are mothers and fathers. നമ്മുടെ ടെക്സ്റ്റിന് അതേ സെന്റൻസിലേക്ക് എത്തി അല്ലേ. എന്താണ് ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് അച്ഛനമ്മമാരുണ്ട്. I don't know anyone here. I have no friends here. എനിക്ക് ആരും അറിയില്ല, എനിക്കിവിടെ ഫ്രണ്ട്സും ഇല്ലാന്ന് കുട്ടി പറയണം. അപ്പൊ വുമൺ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? You will make friends soon. നിങ്ങൾ എല്ലാവരും ഫ്രണ്ട്സ് ആവും. There are a lot of enjoyment and fun in the school. അവിടെ ഒരുപാട് എൻജോയ്മെന്റും ഫണ്ണും സ്കൂളിലുണ്ട്. Boy, really? Can I play games here? എനിക്കൊരു ഗെയിംസ് കളിക്കാൻ പറ്റുമോ? Why not? Dry your tears and be happy. എന്തുകൊണ്ടില്ല? കണ്ണൊക്കെ തുടച്ച് ഇരിക്കൂ. താങ്ക് യു മാം. അത്രയും ഒരു നമ്മുടെ പാരഗ്രാഫായിട്ട് എഴുതിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ടെക്സ്റ്റിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാം നോക്കുക. ഒറ്റയ്ക്ക് എഴുതാനുള്ളല്ലോ ഒറ്റയ്ക്ക് എഴുതി നോക്കുക. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ തന്നെ എഴുതിയെടുക്കാം. വീണ്ടും വീണ്ടും വായിച്ച് പഠിക്കുക. നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ അടുത്ത നെക്സ്റ്റ്
ചാപ്റ്റർ ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ ഇതേപോലെ തന്നെ കംപ്ലീറ്റ് ന്യൂ വേർഡ്സ് അടക്കം മലയാളത്തിൽ കംപ്ലീറ്റ് അർത്ഥം പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നുണ്ടായിരിക്കും. അതേപോലെ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടായിരിക്കും. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക്, നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവർക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെ വീഡിയോയുടെ ഈ ചാനൽ ലിങ്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ വീഡിയോ കാണുന്നവരൊക്കെ നിങ്ങളുടെ പേരും സ്കൂളിന്റെ പേരൊക്കെ താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു. ബൈ.